ബൈക്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടാങ്ക് പൗച്ച് അഥവാ ടാങ്ക് ബാഗ് ഗാർഡിയൻ ഗിയേഴ്സിൻ്റെ ഈ പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. ആക്ച്വലി നിങ്ങളിതിൻ്റെ പേര് കേട്ടാൽ ഞെട്ടും. വോൾവറിൻ ടാങ്ക് പൗച്ച് വിത്ത് റെയിൻ കവർ, അതാണ് ഇതിൻ്റെ പേര്. 499 രൂപയാണ് ഗാർഡിയൻ ഗിയേഴ്സ് .in പറഞ്ഞ വെബ്സൈറ്റിൽ ഇതിൻ്റെ വില. ഇതുകൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് ലഭിക്കുന്നതാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി നമുക്കിതിൻ്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അത് മാത്രമല്ല, ഗാർഡിയൻ ഗിയേഴ്സ് .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ബാഗ്സ്, സാഡിൽ ബാഗ്സ്, ടെയിൽ ബാഗ്സ്, ടാങ്ക് ബാഗ്സ്, ടാങ്ക് പൗച്ച്, അതുപോലെ ടൈ ബാഗ്സ് ഇവയെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇതിൻ്റെ പ്രധാന ഫീച്ചറുകളിലൊന്ന്, ഈ ടാങ്ക് കവറിൻ്റെ ടോപ്പിൽ വരുന്ന കവർ ട്രാൻസ്പാരൻ്റ് ആണ്. നമ്മുടെ സ്മാർട്ട് ഫോണ് നമുക്ക് അതേ രീതിയിൽ ഈ ടാങ്ക് കവറിനുള്ളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങൾ നോക്കാതെ കോൾ വരികയാണെങ്കിൽ എടുക്കാൻ പറ്റും. അതുപോലെ നാവിഗേഷൻ, ഗൂഗിൾ മാപ്പിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ, ടൂറിങ് നടത്തുമ്പോൾ നമുക്ക് വളരെ ഉപയോഗമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ മെയിൻ ഫീച്ചർ, ഇതിൻ്റെ മെയിൻ സ്ട്രിങ് അഥവാ സ്ട്രിപ്പ്, മലയാളത്തിൽ വള്ളി എന്ന് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന മെയിൻ സ്ട്രിപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. സാധാരണ ടാങ്ക് കവറുകൾ നമ്മൾ ബാക്കിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇതങ്ങനല്ല, നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ടാങ്ക് പൗച്ചിൻ്റെ ബോട്ടം സൈഡിൽ, അതായത് താഴത്തെ സൈഡിൽ 2 സ്ട്രിങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്ട്രിങ്ങുകൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ, ഏത് ടാങ്കിൻ്റെ മുകളിൽ ഏത് പൊസിഷനിലാണ് ഇത് വെക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൻ്റെ എല്ലാം ലെങ്ത് 1.5 മീറ്റർ വെച്ചിട്ടാണ്. ഈ ബാഗിനെ ഇനി സിമ്പിളായിട്ട് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബജാജിൻ്റെ പൾസർ AS ബൈക്കിലാണ് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പില്ലിയൻ സീറ്റും റൈഡർ സീറ്റും ഊരി മാറ്റാൻ പറ്റുന്ന എല്ലാ ബൈക്കുകളിലും ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഡൗട്ടുമില്ല. നമ്മുടെ ബൈക്കിൻ്റെ പില്ലിയൻ സീറ്റും റൈഡർ സീറ്റും നമ്മൾ അയച്ചു മാറ്റുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഷാസി കാണാൻ പറ്റും. ഈ ടാങ്ക് കവറിനെ നമ്മൾ ബൈക്കിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ബോട്ടം സൈഡിലെ 2 സ്ട്രിങ്, അതായത് 2 വള്ളികളെ നമ്മൾ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ സ്ട്രിങ്ങിനെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇട്ട് റൈറ്റ് സൈഡിൽ കൂടെ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ക്ലിപ്പിൽ കണക്ട് ചെയ്യുക. ഈ 3 സ്ട്രാപ്പുകളെയും അഥവാ ഈ വള്ളികളെയും നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ഈ ടാങ്ക് കവറിനെ വെച്ചതിന് ശേഷം പൊസിഷൻ നോക്കുക, ഏത് പൊസിഷനിലാണ് നമുക്കിത് വേണ്ടതെന്ന് ഉറപ്പിക്കുക. അതിനുശേഷം മാത്രമേ ഈ 3 സ്ട്രാപ്പുകളും ടൈറ്റാക്കാവൂ. ടൈറ്റാക്കിയതിന് ശേഷം നമ്മുടെ റൈഡർ സീറ്റ്, പില്ലിയൻ സീറ്റ് ഇവ പഴയ പോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. സാധാരണ ടാങ്ക് ബാഗുകൾ അഥവാ ടാങ്ക് കവറുകളൊക്കെ നമ്മൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ സിപ്പ് തുറന്ന് അത് പുറകോട്ടൊന്ന് പുള്ളി ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാഗിനകത്ത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഈ ബാഗാണെങ്കിൽ നമ്മളതിൻ്റെ ക്ലിപ്പ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം പുറകോട്ട് വലിക്കുക. അതിനുശേഷം പെട്രോൾ ഫില്ല് ചെയ്യുക, പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് അടയ്ക്കുക, തിരിച്ച് പഴയ രീതിയിൽ തന്നെ ആ ക്ലിപ്പ് വലിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. മറ്റു പല ടാങ്ക് ബാഗുകളെയോ ടാങ്ക് കവറുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സ്റ്റൈലിഷാണ്, വളരെ കോമ്പാക്റ്റാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കും. ഇത് വളരെ കോമ്പാക്റ്റാണ്. പിന്നെ ഹെവി ആയിട്ടുള്ള മഴ വരുവാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഈ റെയിൻ കവർ ഇതിൽ യൂസ് ചെയ്യാം. നമ്മുടെ ബൈക്കിൽ ഇരുന്നതിന് ശേഷമുള്ള വ്യൂ ഇങ്ങനെയാണ്. ടാങ്ക് കവറിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം താഴേക്ക് കുനിയേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഹോൾഡർ വിത്ത് USB ചാർജറാണ് ഒന്നുകൂടെ ഈ നാവിഗേഷൻ പർപ്പസിനൊക്കെ നല്ലത്. നേരെ നമുക്ക് നോക്കാൻ പറ്റും. അതിൽ മഴയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരപ്രദം ഗാർഡിയൻ ഗിയേഴ്സിൻ്റെ ഈ ടാങ്ക് കവർ തന്നെയാണ്. രാത്രിയിൽ മഴയുള്ള സമയത്ത് ഓടിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോണും കാണാൻ പറ്റും, നമുക്ക് റൈഡ് ചെയ്യാനും പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.